ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് കാഞ്ഞങ്ങാട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഇന്ന് കാഞ്ഞങ്ങാട് സൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശമാണ്. ഇന്ന് കാഞ്ഞങ്ങാട് എന്നറിയപ്പെടുന്ന ടൗൺ പുതിയകോട്ട എന്നും കോട്ടച്ചേരി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. മൃദുസ്പർശമായി സൗഹൃദം സുന്ദര സുഗന്ധമായി ഈ ജീവനൻ നാടിനേ. കൃഷിയിലും വാണിജ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഏറ്റവും മുന്നിട്ട് നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു കാഞ്ഞങ്ങാട്. നേത്രചികിത്സയ്ക്ക് പേരുകേട്ട പുതിയ വീട് അന്നത്തെ ദക്ഷിണ കർണാടക ജില്ലയിലാകെ പ്രശസ്തമായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തോടുകൂടി പുതുതായി രൂപീകരിക്കപ്പെട്ട സർക്കാർ ഓഫീസുകൾ പുതിയകോട്ടയിൽ സ്ഥാപിതമായതോടുകൂടി പുതിയകോട്ട കാലക്രമത്തിൽ കാഞ്ഞങ്ങാടായി മാറി. ഇത് കാഞ്ഞങ്ങാട് സൗത്ത്, ഞങ്ങളുടെ സ്വന്തം നാട്. എന്നെന്നും ചേർത്തു പിടിക്കാനും ഓർമ്മകളെ ഒപ്പം കൂട്ടാനും ഹൃദയസ്പന്ദനമായ ഞങ്ങളുടെ കാഞ്ഞങ്ങാട് സൗത്ത്. കിഴക്ക് മലയോര മനോഹാരിത നിറഞ്ഞ അരയിനാട്, അവിടെ ശാന്തസുന്ദരവും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചതുമായ ഗുരുവനം, ഭക്തിസാന്ദ്രമായ ആരെയും ആത്മനിർവൃതിയിൽ ആനന്ദിപ്പിക്കുന്ന ആശ്രമക്കാഴ്ചകൾ. ഇതൊന്നും വാക്കുകളാൽ വാഴ്ത്തപ്പെടേണ്ടതില്ല, വർണ്ണനകൾ വാരി വിതരേണ്ടതില്ല. വരദാനമായി ഈ നാടിന് കിട്ടിയ സൗഭാഗ്യമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് അറബിക്കടലോളമുള്ള ഞങ്ങളുടെ നാടിൻ്റെ കാഴ്ചകൾ കാണാം. മലയിറങ്ങി അരയിപ്പുഴയും കടന്ന് കടവത്തും ബാക്കോട്ടും നിലാങ്കരയും കഴിഞ്ഞ് ആറങ്ങാടിയിലെത്താം. ചരിത്ര പ്രസിദ്ധമായ ആറങ്ങാടി ജുമാ മസ്ജിദ് കഴിഞ്ഞ് കലേറ വഴി കീത്തോൽമാടവും കൗവാൽമാടവും മാധോ തമ്പലവും പിന്നിട്ടെത്തുന്നത് കാഞ്ഞങ്ങാട് സൗത്തിൻ്റെ തിരുമുറ്റത്തേക്കാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കിട്ടിയ കാഞ്ഞങ്ങാട് GUP സ്കൂൾ. ആ സ്കൂൾ മുറ്റത്തെ നെല്ലിമരം പോലും മറക്കാത്ത മധുരമാം ഓർമ്മകളാണ്. ഇപ്പോൾ സ്കൂൾ കെട്ടിടം അല്പം പടിഞ്ഞാറ് മാറി വളർന്നുവരുന്ന ഞങ്ങളുടെ ഭാവി തലമുറകൾക്ക് അറിവിൻ്റെ അക്ഷര വെളിച്ചം പകരുന്നു. പഴയ GUP സ്കൂൾ ഇന്ന് GVHS സ്കൂളായി മാറി. ഈ സ്കൂളിൻ്റെ കളിമൈതാനത്താണ് ഞങ്ങൾ കാൽപന്ത് കളിയുടെ ആവേശം ആടിത്തിമിർത്തത്. ഈ നാടിൻ്റെ മറ്റൊരു സവിശേഷത തോറ്റം പാട്ടും തെയ്യം കലയും പൂരക്കളിയും പള്ളി നേർച്ചയും ദഫ്മുട്ടും കോൽക്കളിയുമാണ്. ക്ഷേത്രോത്സവങ്ങളും മഖാമുറൂസും ജാതിമതമില്ലാതെ ഞങ്ങൾ ഒരുമയുടെ ആഘോഷമാക്കി. നാടകവും നാടൻ കലയും നടനകലയും ആട്ടവും പാട്ടും കലയും സാഹിത്യത്തോടുമൊപ്പം കളികളിലും മികവ് കാട്ടിയിരുന്നു. കുട്ടിയും കോലും ഗോട്ടിക്കളിയും പകിടയും തുടങ്ങി കായിക ഇനമായ കബഡിയും ക്രിക്കറ്റും ഫുട്ബോളും ഹരമായിരുന്നു. ഒരു കാലത്ത് പച്ചക്കറി കൃഷിയും നെൽകൃഷിയും തെങ്ങും കവുങ്ങും എന്നു വേണ്ട സകല കാർഷിക വിളകളും ഉണ്ടായിരുന്നതാണ് ഇവിടം. മുട്ടിയുരുങ്ങി നിൽക്കുന്ന കോവൽപ്പള്ളി മഖാമും മഞ്ഞോട്ട് ദേവാലയവും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ലക്ഷ്മി നഗർ എന്ന ഞങ്ങളുടെ തെരുവത്ത്. ലക്ഷ്മി നഗറിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സംസ്കാരത്തെ ഓർക്കാതെ അതുവഴി പോകാൻ പറ്റില്ല. മനുഷ്യവംശം സാംസ്കാരികമായി ഉയർന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാണ് അവൻ്റെ വസ്ത്രം. നാണം മറക്കലിൽ തുടങ്ങി അവൻ്റെ സ്ഥാനമാനങ്ങളുടെ അടയാളമായി വസ്ത്രധാരണത്തെ കൊണ്ടു നടക്കുന്നു. മരത്തോൽ ധരിച്ച് നടന്ന മനുഷ്യനെ പട്ടുടുപ്പിച്ച് നടത്തിയ ശാലിയരുടെ നാട്. വെറും പരുത്തിയിൽ നിന്നും നൂലിലേക്കും വസ്ത്രത്തിലേക്കും വളർത്തുന്ന സംസ്കാരത്തിൻ്റെ ചിഹ്നം.
40 കോടിയോളം വരുന്ന അടിമ മനസ്സുള്ള ഒരു ജനതയുടെ കർമ്മവീര്യം ആളിക്കത്തിക്കുന്നതിന് മഹാത്മാഗാന്ധി കണ്ടെത്തിയ പ്രതീകം. അതിൻ്റെ പ്രതിരൂപമാണ് ശാലിയത്തെരുവ്. അത് കഴിഞ്ഞ് വടക്ക് അലാമിപ്പള്ളി വരെയും തെക്ക് കോവിൽ സ്റ്റോറും ഐങ്ങോത്ത് മുത്തപ്പനാർക്കാവും കഴിഞ്ഞുള്ള ഗുഡ് ഷെപ്പേർഡ് പള്ളിയും പടിഞ്ഞാറ് പാടവരമ്പിലൂടെ പോയാൽ കല്ലൂരാവയും മുറിയനാവയും കഴിഞ്ഞ് കടലോരം വരെയും എത്താം. കാഞ്ഞങ്ങാടിന് ആത്മീയതയുടെ പൂർണ്ണത പകരാൻ അവധൂതനായി എത്തിയ നിത്യാനന്ദ സ്വാമികളുടെ ആശ്രമവും ഒരു ജനതയുടെ ആശ്രയമായി ഇവിടെ നിലകൊള്ളുന്നു. എല്ലാ മതങ്ങളും ഒരുമയോടെയും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും വസിക്കുന്ന ഇവിടം ഞങ്ങളുടെ പൂർവികർ കാട്ടിയ വഴികളിലൊക്കെയും ഞങ്ങളുടെ ബാല്യകൗമാരകാല കാലടികൾ പതിഞ്ഞ ഓർമ്മകളുണ്ട്. ഇവിടമാകെ ഞങ്ങളുടെ സ്വന്തം കാഞ്ഞങ്ങാട് സൗത്തിൻ്റെ സ്പന്ദനം തൊട്ടറിയാം. സ്നേഹമാണിവിടം, ജീവനാണിവിടം, ഹൃദയതാളമാണെന്നും സ്പന്ദനം.